ഹലോ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു ജേഴ്സിയുടെ കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പണിയായുധങ്ങളൊക്കെ എടുക്കാം. ഈ 2 കളറിലെ നൂല് വേണം, കട്ടർ വേണം, അതുപോലെ തന്നെ 3mm ഹുക്ക് വേണം. ആദ്യം നമുക്ക് ബ്ലൂ കളർ യാൺ എടുത്തിട്ട് 16 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഫുട്ബോളിനെ പറ്റി ABCD അറിയാൻ പാടാത്ത ഒരാളാണ് ഞാൻ. എവിടെയോ എൻ്റെ ഹസ്ബൻഡ് ഈ കീ ചെയിൻ ഉണ്ടാക്കണ കണ്ടിട്ട് പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇത് ഉണ്ടാക്കണം എന്നുള്ളത്. ആളിവിടെ ഇരുന്ന് കാണാറുണ്ട്, പക്ഷേ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ 16 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ചെയിനിൽ ഇതുപോലൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നെക്ക് പോർഷനാണ്. ഇനി നമുക്ക് ചെയിൻ 2 ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ചുറ്റും നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാവേ. അതായത് ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ജേഴ്സിയുടെ ടീം മറ്റേ ഫൈനലിൽ കയറിയെന്ന് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പർട്ടിക്കുലർ ജേഴ്സി തിരഞ്ഞെടുത്തത്. എനിക്കിതിനെപ്പറ്റി സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ല കേട്ടോ. പണ്ട് കുഞ്ഞിലെ എങ്ങാണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. മീൻസ് മെസ്സിനെ റൊണാൾഡോനെ മാത്രം അറിയുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും ചിലപ്പോൾ ഞാൻ. അപ്പോൾ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യാം. ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ചെയ്തു അടുത്ത റൗണ്ടിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാവേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. എനിക്ക് കൺഫ്യൂഷൻസ് വരുന്നതുകൊണ്ട് വെച്ചതാണ്. പിന്നെ ചെയിൻ 3 ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ചെയിൻ 3 ചെയ്ത് കൊടുക്കും. അതായത് 3 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കും. 4ാമത്തെ ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യയുടെ ഒരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് അങ്ങനെ തന്നെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 3 സിംഗിൾ ക്രോഷ്യ, 4ാമത്തെ ചെയിനിൽ ഒരു ഇൻക്രീസ്, അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഇനിയാണ് നമുക്ക് പണിയുള്ളത്. ഇനി നമുക്ക് 2 കളർ യാണ് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഇച്ചിരി പണിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത റൗണ്ടിലോട്ട് പോവാം. അടുത്ത റൗണ്ടിൻ്റെ എല്ലാ സ്റ്റിച്ചസും ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യണേ. നമുക്ക് ഇതുപോലൊരു വൈറ്റ് കളർ യാണ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത റൗണ്ടിൽ പോകാനായിട്ട് നമുക്കിതുപോലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാവേ. യാണെല്ലാം 2 യാണ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. യാണ് കട്ട് ചെയ്യാതെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ആദ്യത്തെ ചെയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം വൈറ്റ് കളർ യാണ് വെച്ചിട്ട്. 3ാമത് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ബ്ലൂ കളർ യാണാണ് പുൾ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ബ്ലൂ കളർ വെച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കണം. 3 സിംഗിൾ ക്രോഷ്യ വൈറ്റ്, 2 സിംഗിൾ ക്രോഷ്യ ബ്ലൂ, പിന്നെ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ വൈറ്റ് ചെയ്യുന്നുണ്ട്. 8 സിംഗിൾ ക്രോഷ്യ വൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ കയ്യുടെ ഒരു പോർഷനില്ലേ അവിടെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ചെയ്യണേ. ഇതിപ്പോൾ ഈ പർട്ടിക്കുലർ ജേഴ്സി മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ജേഴ്സി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം പാറ്റേൺ ഫോളോ ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യേണ്ട ജേഴ്സി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇനി കളർ ചേഞ്ച് വേണ്ട, സെയിം കളറുള്ള ജേഴ്സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ സെയിം ഫോമാറ്റ് ഫോളോ ചെയ്യാതെ എന്താ പറയുക, ഈ സെയിം സാധനം തന്നെ ഒരു കളർ വെച്ച് ചെയ്യാം. അതായത് ഈ കളർ ചേഞ്ച് ചെയ്യാതെ ഈ കൗണ്ട് നിങ്ങൾക്ക് ഒരേ കളറിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്ന ഒരു ജേഴ്സി. എനിക്കങ്ങനെ ഇതുവരെ ജേഴ്സി ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. കുറേ പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഈ സ്പോർട്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആളെവിടെയോ കണ്ടിട്ടാണ് ഈ സാധനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രഷറായിരുന്നു എനിക്ക്. അപ്പോൾ ഈ വേൾഡ് കപ്പ് തീരണതിന് മുന്നേ തന്നെ ഇത് ചെയ്യാൻ വേണമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സാധനം സെറ്റാക്കാമെന്നുള്ളൊരു ഇതിൽ വന്നത് കേട്ടോ. അപ്പോൾ വേൾഡ് കപ്പിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ എനിക്കറിയില്ല പറയാനായിട്ട്. ഞാൻ ആരുടെയും ഫാനും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്കങ്ങനെ അറിയത്തില്ല. നമുക്ക് പർട്ടിക്കുലർലി ഈ ഒരു കീ ചെയിനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അബദ്ധമായി കഴിഞ്ഞാൽ ഏറി കയറേണ്ടി വരും.
അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും എനിക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല പറയാനായിട്ട്. പഠിച്ച് പറയാൻ പോലും എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ പാറ്റേൺ ക്രിയേറ്റ് ആവുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ച് എന്താ പറയുക, വള്ളിയാണ് കാര്യം. ഈ യാൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ചുറ്റി പിണഞ്ഞ് ഭയങ്കര പാടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിത് ചെയ്തെടുക്കാനല്ല പാട്, ഈ യാൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചുറ്റുമ്പോൾ അത് ആ ഒരു ചുറ്റൽ മാറ്റിയെടുക്കലാണ് പാട്. അങ്ങനെ കുറേ സമയം നമുക്കിതിൻ്റെ പുറകെ ഇരിക്കും. അത്യാവശ്യം ഇപ്പോൾ നിങ്ങളൊരു വലിയ ബണ്ടിൽ ഓഫ് യാണാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു എത്രയാണ് 8 റൗണ്ട് സെയിം ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ R4 ആണ് ചെയ്തത്, R8 വരെ, അതായത് 8 റൗണ്ട് നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തന്ന 2 വൈറ്റ് പോർഷൻ ആം ഹോളാണ്. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 9ാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. ഈ 9ാമത്തെ റൗണ്ടതും മറ്റേ സെയിം പാറ്റേൺ ആണ്. പക്ഷെ നമ്മൾ ആ 8 സിംഗിൾ ക്രോഷ്യ വൈറ്റ് ചെയ്യത്തില്ലേ, അത് സ്കിപ്പ് ചെയ്യണം. അത് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാം അതേപോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ ഈ മുകളിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന കൗണ്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ടാവുക ഈ യാണിൻ്റെ കളർ ചേഞ്ച് മാത്രമാണ്. അത് കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ യാണെല്ലാം കൂടി കൂട്ടുപിണഞ്ഞ് കെട്ടിപ്പിണഞ്ഞ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ ഒരു എന്താ പറയുക, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതുപോലെ സ്പോർട്സ് പേഴ്സൻ്റെ ജേഴ്സി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ആരുടെയെങ്കിലും ഡൈ ഹാർഡ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. അപ്പോൾ നമുക്കിതുപോലെ ഈ റൗണ്ടും ചെയ്തെടുക്കണേ. ഈ റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ടീഷർട്ടിൻ്റെ ബോഡി പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബോഡി പാർട്ട് നമുക്ക് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു സ്ട്രൈപ്പായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു വര 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 പോലെ വരും കേട്ടോ, നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലതായിരുന്നു. എനിക്കിതിന് ഇത്രയും ഫിനിഷിങ് കിട്ടും അല്ലെങ്കിൽ ഇത്രയും ഭംഗിയിൽ കിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ അത്രയും ചിന്തിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നേ. എന്തായാലും നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ റൗണ്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴുള്ള അവസ്ഥ. ഇനി നമുക്ക് ഇതേ സെയിം പാറ്റേൺ ഒരു 15 വട്ടം ഫോളോ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഈ 15 വട്ടം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിതുപോലൊരു സിംഗിൾ ക്രോഷ്യ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാം. അതായത് ഫുള്ള് ഒരേ കളറിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളർ യാണിലായിരിക്കും നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലൂ കളർ യാൺ വെച്ച് തന്നെ മൊത്തത്തിൽ ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. യാൺ കട്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വൈറ്റ് യാണും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ പരിപാടി എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എങ്ങനെയുണ്ട്? നൈസായിട്ടില്ലേ? ഇനി നമുക്ക് മറ്റേ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ജേഴ്സിയുടെ ബാക്കിൽ വരുന്ന നമ്പർ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് എംബ്രോയ്ഡറി എത്ര കണ്ട് നന്നായിട്ട് അറിയാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി സ്പീഡാക്കിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് ആരുടെ ജേഴ്സിയാണെന്നുള്ളത്. ഇതിന് മുന്നേ മനസ്സിലായിട്ടുണ്ടാകും ആരുടെ ജേഴ്സിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മെസ്സിയുടെ ജേഴ്സിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനൊരു കീ ചെയിൻ്റെ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പറയണേ. താങ്ക്